ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴും കിടന്ന സീരിയലിന്റെ പുതിയ ഭാഗത്തിലെ നിവീനോട് രാജേശ്വരി ഇവിടം വിട്ട് മാറി നിൽക്കാൻ പറയണേ. എങ്ങോട്ട് എന്ന് നിവിൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയും, നീ ട്രിവാൻഡ്രത്തേക്ക് തിരികെ പോകണം. എന്നിട്ട് നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ അത് ഫുള്ളാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുക. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന നിവിൻ അങ്ങ് ദേഷ്യം വരും. ഒന്നാമത് ഇപ്പോഴത്തെ കോഴ്സ് അതിന്റെ കണക്ക് കേട്ടോണ്ടിരിക്കുക, ഇനി ഇതിനിടയിൽ വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ എന്തായാലും ആവില്ല. അപ്പൊ രാജേശ്വരി പറയും, നീ എന്തായാലും ഇവിടുന്ന് മാറി നിന്നേ പറ്റുമോ. നീ ഓരോ കോപ്രായങ്ങളും ഓരോന്നും കാണിച്ചു വെച്ചിട്ടും ജയപാലേട്ടൻ ആ വിവാഹാലോചന വേണ്ടാന്ന് വെച്ചിട്ടില്ല. അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി കല്യാണം ഉറപ്പിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് കേൾക്കുന്ന നിവീൻ അങ്ങ് ദേഷ്യം വരും. നിവീൻ പറയും, എനിക്കിതിന് താല്പര്യമില്ല, പിന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനാ. ഞാൻ ആരെ കാണണം, ആരോട് സംസാരിക്കണം, എന്ത് പഠിക്കണം പഠിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ എന്ന് പറഞ്ഞ് നിവിൻ അകത്തേക്ക് കയറി പോവാണ്. നല്ല ദേഷ്യത്തിലെ രാജേശ്വരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കണം അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം രാവിലെ വിനീത് ഇങ്ങനെ ഫോണിൽ ആരോടോ സംസാരിക്കാട്ടോ. എങ്ങനെ നോക്കട്ടെ, ഇവിടെ ആണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അപ്പോഴേക്കും ഗംഗയെ കാണുമ്പോൾ കോള് കട്ട് ചെയ്ത് വേഗം പോക്കറ്റിലിടാം കേട്ടോ. ഗംഗ വന്നിട്ട് വയ്ക്കും, ആരാ? വിനീത് വയ്ക്കും, ആരാ ഇവിടെ എന്ന് പറഞ്ഞ് ചുറ്റിലും നോക്കുമ്പോൾ ഫോണിൽ ആരാന്നാ ചോദിച്ചത്. ഫോണോ? അതെവിടെ? അപ്പോൾ ഗംഗ പറയും, പോക്കറ്റിലുണ്ട്, ഞാൻ എടുക്കണോ? വേണ്ട, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് വിനീത് ചിരിച്ചുകൊണ്ട് എടുക്കും. ഇത് വിനീതേട്ടാ കളിക്കാതെ ഫോണിങ് തന്നെ. വിനീത് വയ്ക്കും, എന്തിനാ ഗംഗയ്ക്ക് ഗംഗയുടെ ഫോണില്ലേ? ഗംഗ പറയും, മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് വാങ്ങിക്കാട്ടോ. വിനീതാണെങ്കിൽ അത് കൊടുക്കാനും കൂട്ടാക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ ഈ പിടിച്ച് പറയില്ലേ ചെറിയ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന അതുപോലെ കളിക്കാട്ടോ. ഇത് നിള കാണും. നിള ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് ചിരിക്കും. അയ്യൻ നിളമോള്, നിളയ്ക്കെന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഗംഗ ഫോണ് കയ്യിലാക്കും. നിള കണ്ടു. എന്ത് കണ്ടുന്നേ? ഗംഗ എന്നെ കടന്നാക്രമിക്കുന്നത്. അപ്പൊ ഗംഗ പറയും, നന്നായിപ്പോയി. ഈ കുടുംബത്തിന്റെ ഭദ്ര പറയുമ്പോൾ കാവേരിക്ക് താല്പര്യമില്ല. ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. നോക്ക് കാവേരി, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. ഇങ്ങനെ അവഗണിച്ച് പോകല്ലേ, എനിക്ക് ശ്വാസം മുട്ടുന്നോ? കാവേരി പറയും, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ അമ്മയുടെ പേരിൽ മാപ്പ് പറഞ്ഞില്ലേ, പിന്നെന്താ? കാവേരി പറയും, ഇവിടെ ഈ പുഷ്പവണിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും നിവിൻ്റെ അമ്മാവൻ വരും. വീട്ടിലിപ്പോൾ നിവിൻ്റെ അമ്മയും. എനിക്ക് വീട്ടിലെങ്കിലും ഇത്തിരി സമാധാനം വേണം നിവീൻ. നിവീൻ പറയും, പഴയതുപോലെ നമുക്ക് സംസാരിച്ചൂടെ? അത് അമ്മ അറിയണമെന്നുണ്ടോ? നിവിൻ നോക്ക്, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ മൂലം എൻ്റെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്നിങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മറ്റൊരാൾ കാണുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പുതിയൊരെണ്ണം കൂടെ തലയിൽ വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കാവേരി വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകും. ഉറക്കെ പറയും, ആരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് തന്നെ മാത്രമാണ് ഇഷ്ടം. ഇതൊന്നും കാവേരി കേൾക്കുന്നേ ഇല്ല. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. മറ്റാരും എല്ലാം വൈശാഖാട്ടോ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ മാത്രമായിരിക്കും, ഐ ലവ് യു അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു കൂവാട്ടോ. ഇത് കേൾക്കുന്ന വൈശാഖ ആകെ ഞെട്ടു. അപ്പൊ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് നിവിൻ ഇങ്ങനെ നോക്കും. നിവിൻ കണ്ടിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ദാസനും ഗീതയും മോളും കൂടെ അവിടെ സങ്കീർത്തനത്തിലുണ്ട്. നിന്റെ അമ്മയുടെ എന്താ വന്നില്ലേ? അമ്മ എന്താ സമരത്തിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അതെന്താ ബാങ്കിൽ സമരോ? ഒന്നും എനിക്കറിയില്ല, ഞാനിവിടെ അല്ലേ. എന്തായാലും വേണ്ടിയില്ല, തള്ളയുടെ ഇപ്രാവശ്യത്തെ അടവ് നടക്കില്ല. എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഇപ്രാവശ്യം പൈസ കിട്ടിയേ തീരൂ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ ഭാര്യമാർ വീട്ടിൽ പോയിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കൊതിയാവാണ്. വീട്ടിൽ ചെന്ന് അമ്മമാരോട് സങ്കടം പറഞ്ഞാൽ സ്വർണ്ണമായിട്ടും പൈസയായിട്ടും കൊടുക്കുക. ഇവിടെ ഓരോ കഴിവില്ലാത്തവൾമാർ എന്നൊക്കെ ഇങ്ങനെ ഗീതനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിളമോൾ ഇങ്ങനെ മഴയത്ത് കളിക്കുക കേട്ടോ. അപ്പോൾ കാവേരി പിടിച്ചു വലിച്ച് മഴയത്ത് കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റി കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് തലയൊക്കെ തുടച്ചു കൊടുത്ത് പഠിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും ശാരദ വരും. അങ്ങനെ അവർ ഓരോരോ അക്ഷരങ്ങളെക്കുറിച്ചൊക്കെ പറയണേ. അതായത് നിളമുക്ക് മലയാളം വലിയ പിടുത്തല്ല, അപ്പോൾ മലയാള അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ശാരദ പറയും, നിനക്കൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 9ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോഴും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ശാരദ പറയും, ഞാൻ ചെറുതാകുമ്പോൾ കവിത എഴുതായിരുന്നോ? അത് കേൾക്കുമ്പോൾ അവർ ഞെട്ടും. ഓ മൈ ഗോഡ്, എന്തിനടി കളിയാക്കുന്നേ? ഞാൻ കാര്യമാണ് പറഞ്ഞത്. കവിത അറിയും, എന്നൊരെണ്ണം പാടുക നിളയും ചോദിക്കും. അപ്പോൾ ശാരദ പാടാതിരിക്കുന്ന പോലെ കാണിക്കും, ഇങ്ങനെ താളം പിടിച്ച്. അയ്യോ, എന്തോ കരിഞ്ഞു മണക്കുന്നു എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ഓടിപ്പോവാട്ടോ. സംഭവം ആൾക്കൊരു മടിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ദാസനിങ്ങനെ ഉമ്മർത്തിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വിനീതും ഗംഗയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഗംഗ പൊന്നൂന്ന് വിളിച്ച് മോളടുത്തേക്കാണ് ചെല്ലുന്നത്. വിനീത് വയ്ക്കും, സുഖല്ലേ അളിയ? അപ്പോഴേക്ക് ഗീത വരുമ്പോൾ, എവിടെയടി നിന്റെ തള്ള? അല്ല സോറി അമ്മ. വിനീത് പറയും, അമ്മ വന്നിട്ടില്ല അളിയ, ഞങ്ങളെ വന്നിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോടാ ചോദിച്ചത്. വിനീത് പറയും, ഭാര്യയോടാ ചോദിച്ചതെന്ന്. ഗീത പറയും, അമ്മ എവിടെയാണെന്ന് അറിയില്ല, ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതാ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്ക്, ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വിനീത് വയ്ക്കും, ഗുണ്ടയോ? എവിടെ അളിയ? നീ കളിക്കല്ലേ, ഇപ്പം ശരിക്കും ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞാൻ.
എനിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ നിന്റെ പെങ്ങളിപ്പോൾ നടു നിവർത്തി നേരെ നിൽക്കില്ലായിരുന്നു. അതെന്റെ മാന്യതയാണെന്ന് കൂട്ടിക്കോ. വിനീത് പറയും, അല്ല ഒരു മിനിറ്റ് മുന്നേ അത് എന്റെ ഭാര്യയായിരുന്നില്ലേ, ഇപ്പൊ എന്റെ പെങ്ങൾ മാത്രമായോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആണുങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് വീട്ടിലെ നിങ്ങളായിട്ട് തീർക്കുന്നത് മോശമല്ലേ അളിയ? ഗീത കരയുന്നുണ്ട്. ഇനി അഥവാ പ്രശ്നം ഉണ്ടായാൽ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ചികിത്സയ്ക്കായി ഓടേണ്ടതും അളിയൻ തന്നെയല്ലേ? അല്ലാതെ ഭാര്യമാരെ റിപ്പയർ ചെയ്ത് തരുന്ന കളിപ്പാട്ടാണ് വീട്ടുകാരെന്ന് കരുതിയ അളിയൻ കളിക്കാൻ നിൽക്കല്ലേ. 10 പൈസ ഇവിടുന്ന് തരില്ല. ഞാൻ എന്റെ കടമയും ഉത്തരവാദിത്വം ഒക്കെ നന്നായി നിറവേറ്റിയിട്ടുണ്ടോന്ന് നീ നിങ്ങളുടെ പെങ്ങളോട് ചോദിച്ചു നോക്ക്. വിനീത് പറയും, എന്തിനാ ചോദിക്കുന്നത്? ഭാര്യ വീട്ടിൽ വന്ന് കൈ നീട്ടി നിൽക്കുന്ന കണ്ടാൽ അറിയാലോ. അപ്പൊ ദാസൻ പറയും, ഭാര്യ വീട്ടിൽ അട്ടിപ്പേറി കിടന്ന് അവരുടെ ചെലവിൽ ഉണ്ടു ഉറങ്ങി കഴിഞ്ഞ് ജീവിക്കുന്ന നീയാണോടാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? അത് കേൾക്കുമ്പോ വിനീത് ഗംഗയും പരസ്പരം നോക്കാണേ. ദാസൻ പറയും, ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാര്യ വീട്ടിലെ പഠിക്കൽ വന്ന് കൈ നീട്ടി നിൽക്കാനല്ലെന്നും നീ കരുതിക്കോ. 3.5 ലക്ഷം രൂപ ഇന്ന് ബാങ്ക് സമയം കഴിയുന്നതിന് മുന്നേ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് എടുക്കാച്ചരക്കാണെന്ന് പറഞ്ഞേ ഇവിടെ നിർത്തേണ്ടി വരും. കുറച്ചു മുമ്പ് നീ ചോദിച്ചല്ലോ, 1 മിനിറ്റ് വരെ നിങ്ങളുടെ ഭാര്യയായിരുന്നോ, ഇപ്പൊ എന്റെ പെങ്ങളായോന്നേ. അങ്ങനെ ആക്കാൻ എനിക്ക് കഴിയും. അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഭാര്യ എന്ന് പറയുന്നത് കോടതി പോയാൽ മാറ്റിയെടുക്കാവുന്ന ബന്ധ. പിന്നെ ആരും നോക്കാനില്ലാതെ പുഴ അരിച്ച് ചാവുന്നത് നിന്റെ ഭാര്യയായിരിക്കും, ഈ കാളിദാസനായിരിക്കില്ല ഡാ എന്ന് പറഞ്ഞിട്ട് വിനീത് കാളിദാസന്റെ കഴുത്തിന് കയറി പിടിക്കുക. അന്നത്തത് അഭിനയമായിരുന്നെങ്കിൽ ശരിക്കും ഇന്ന് അഭിനയം അല്ലാതെ അങ്ങ് ചെയ്യും എന്ന് പറഞ്ഞ് കഴുത്തിന് അമർത്തുമ്പോൾ ഗംഗയും അതുപോലെ ഗീതയും പിടിച്ചു വെക്കും. മാറി നിൽക്കടാ ഗീതച്ചി. അവൻ ഗീത അറിയും, ഇനിയും ദാസേട്ടനെ തൊടുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണം. അപ്പോഴേക്ക് പൊന്നോ അയ്യോ അച്ഛനൊന്നും ചെയ്യില്ലെന്ന് പറ ഗംഗേച്ചി എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് അറിയാൻ തുടങ്ങും. ഗംഗ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗീത പറയും, ഭാര്യ വീട്ടിലെ അളവത്ത സ്വത്തുനിന്ന് കുറച്ച് ചോദിച്ച് അതൊന്ന് കൊണ്ടുപോയി വിദേശത്ത് പോയി സൂക്ഷിക്കാനല്ല ദാസേട്ടൻ ഇവിടെ വന്നത്. ദാസേട്ടന്റെ നൊന്തു പെറ്റ അമ്മ സ്വർണ്ണമ്മ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു നടുവേദന എന്ന് മാത്രമേ ആദ്യം കരുതിയുള്ളൂ. ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാ അസുഖം വേറെയാണെന്ന് മനസ്സിലായത്. അസുഖം സ്പ്രെഡ് ആവാതിരിക്കാൻ ഓപ്പറേഷൻ വേണം. അതും നാളെ. ആ ജീവന്റെ വിലയായിട്ടാ ഇവിടെ വന്ന് 3.5 ലക്ഷം ചോദിച്ചത്. നിനക്ക് മാത്രമല്ല അമ്മ ഉള്ളത്, ദാസേട്ടനും ഉണ്ട്. ഇനി നിനക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കേ, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഇരുന്ന് ഞാൻ പുഴ എടുത്ത് ചത്താൽ ഞാൻ സഹിച്ചു പോരെ. ദാസൻ ദയനീയായിട്ട് അപ്പം നിൽക്കുന്നത് ഇപ്പൊ ഒരു ഭാവമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പോട്ടെ ഗീതേ, പണം സംഘടിപ്പിക്കാം, വേറെ വഴിയുണ്ടോ നോക്കാം. നിന്നെയും മകളെ ഇവിടെ ആക്കി പോകുന്നു ഉപേക്ഷിച്ചിട്ടല്ല. ഇത്രയും നാണം കിട്ടിയിട്ടാണെങ്കിലും പണം കിട്ടിയാ ജീവൻ രക്ഷിക്കാനാവുമല്ലോ. അമ്മയായി പോയില്ലേ വിനീത അളിയ എന്ന് വിളിക്കുന്നുണ്ട് ദയനീയായിട്ട്. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോകും. വിനീതേടാ എന്ന് ഗംഗ വിളിക്കുമ്പോൾ വിനീത് പറയും, ചെയ്യുന്നതെല്ലാം പിഴയ്ക്കാണല്ലോ ഗംഗ എന്ന് പറഞ്ഞ വിനീതും നല്ല വിഷമത്തോടു കൂടെ അങ്ങനെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്.